പ്രചരണ പര്യടനത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഹക്കീം ഫൈസി ഉസ്താദ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പ്രചരണ പര്യടനം നടത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തെ അൽഹംദുലില്ലാഹ് അവിചാരിതമായി കാണുകയും കൂട്ടിക്കൊണ്ടുവരികയും അൽഹംദുലില്ലാഹ് പരസ്പരം സ്നേഹം പങ്കിടുകയൊക്കെ ചെയ്തു. ഞങ്ങളിപ്പോൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ ആ സന്തോഷം പങ്കിടാൻ വേണ്ടി വന്നതാണ്. എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും സ്വീകരണം കൊടുക്കുകയും ആശംസ അറിയിക്കുകയും വേണം. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ സഈ, അദ്ദേഹത്തിന്റെ ഉദ്യമനം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി പറയുകയാണ്. നമ്മൾ അൺഎക്സ്പെക്ടഡ് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ വരവും കാര്യങ്ങളും. ഞാൻ അവിടെ വന്ന് ഉള്ളത് പറയണമെങ്കിൽ ഞാൻ വേണ്ടിയിട്ട് പ്രവർത്തകർ ഭയങ്കര ആവേശത്തിൽ ആലപ്പുഴ ഇളക്കി മറിക്കട്ടോ. ആ ആവേശത്തിൽ ഒരു എല്ലാവരും കൊണ്ടുവരുന്നത്. പിന്നെ അവർ പറയുന്നത് അൻസാരി സൂര്യ വരുന്നുണ്ട്. ഞാനത് വെറുതെ പറയാണ്, ഉസ്താദ് എന്താ എന്തെങ്കിലും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഒരു വരവ് ഉണ്ടല്ലോ. അല്ലാത്ത ഞാൻ ആ വീഡിയോകളെ നമ്മളത് കാണാം. നമ്മൾ പ്രേക്ഷകർ നമ്മളെ ചാനലിലൂടെ തന്നെ കാണാം എങ്ങനെ രംഗങ്ങളൊക്കെ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഉസ്താദ് ഞാനിവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഇസ്വീസിന്റെ പ്രവർത്തകനാണെങ്കിൽ പോലും കൂടെ വിക്കായയുടെ റമദാൻ ഭക്ഷ്യ വിതരണത്തിലൊക്കെ നമ്മൾ പങ്കെടുക്കുകയും ചെയ്തു. അത് ഭയങ്കര ഹൈലൈറ്റ് ചെയ്തത് ഞാൻ അവിടെ പറഞ്ഞിരുന്നു. നാഷണൽ റോഡിന്റെ അടുത്താണ് അത് വിക്കായ നടത്തിയിട്ടുണ്ടെങ്കിലും പക്ഷെ ഉസ്താദാണ് നാഷണൽ മോഡലാക്കി മാറ്റിയത് പ്രചരണം എന്നുള്ളത്. മാഷാ അല്ലാഹ് ഉസ്താദിന്റെ എല്ലാ ഇടപെടലും അതായത് ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കും അതുപോലെ ഈ നാവ് കൊണ്ട് ജമാഅത്തിന്റെ യഥാർത്ഥ ഇനിയും ഒരുപാട് സംസാരിക്കാനും പറയാനും അതുപോലെ തന്നെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തൗഫീഖ് നൽകാൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി ഉസ്താദ് വളരെയധികം സന്തോഷമായി. ഞാൻ നന്ദി അറിയിക്കുന്നു. ഇവിടെ ഭക്ഷണം തന്ന പ്രത്യേകിച്ച് നിങ്ങളുടെ ഉമ്മ ഉപ്പ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രവർത്തകർ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സ്ഥലത്തേക്ക് പോകേണ്ടി അതുപോലെ തന്നെ വണ്ടി നന്നാക്കി കിട്ടിയതും കൂടിയാണ്. അസ്സലാമു അലൈക്കും. ആടിനും മാടിനും കനിവുണ്ടായെങ്കിൽ കല്ലിനും മണ്ണിനും ഭാഗ്യമുണ്ടെങ്കിൽ ഉമ്മത്തിയെ തട്ടൂലനൂറ് ഉമ്മത്തിയെ തട്ടൂലനൂറ്.